ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് വിദേശത്തു നിന്ന് എന്ന സംശയം. ഫേസ്ബുക്ക് അക്കൗണ്ട് തയ്യാറാക്കിയതിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായും സൂചനയുണ്ട്. പങ്കുവച്ച ചിത്രത്തിനൊപ്പം തയ്യാറാക്കിയ വാചകങ്ങൾ കേസെടുത്ത മുഹമ്മദ് റോഷന്റേതല്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, ഇതിലിപ്പോ എന്താണ് പോലീസ് ഭാഷ്യം? സേതു, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കിയത് മുഹമ്മദ് റോഷൻ ആണ് എന്നാണ് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളും അതിൻ്റെ മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ കത്തിൻ്റെ മറുപടി മെറ്റയിൽ നിന്ന് ഇതുവരെയും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ മുഹമ്മദ് റോഷൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നല്ല, വിദേശത്തു നിന്നാണ് എന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റോഷൻ വിദേശത്ത് അല്ല താനും, അയാൾ ഇപ്പോഴുള്ളതും നാട്ടിലാണ് എന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഇത് ആരോ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ, ആ വാചകങ്ങൾ മുഹമ്മദ് റോഷന്റേതല്ല എന്നും പോലീസിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്കും കൂടുതൽ പേരുടെ പങ്ക് ഉണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ, അതായത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് വിദേശത്ത് നിന്നാണെങ്കിലും ഒപ്പം തന്നെ അതിൻ്റെ VPN അഡ്രസ്സ് തായ്വാനാണ്. പക്ഷേ ഇതിൻ്റെ IP അഡ്രസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയും മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മെറ്റയെ സമീപിച്ചിരിക്കുന്നത്. IP അഡ്രസ്സ് ലഭിച്ചാൽ മാത്രമേ ഇത് ഏത് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന് ആണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഈ അക്കൗണ്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതിനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ഒന്ന്, മെറ്റയിൽ നിന്നുള്ള മറുപടി ലഭിക്കണം. ആ മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ ഈ മുഹമ്മദ് റോഷൻ എവിടെയാണ് എന്നുള്ളതാണ് വിശദമായി പരിശോധിക്കുന്നത്. അതിനുള്ള എല്ലാ അന്വേഷണവും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സൈബർ സെല്ലിന്റെ ഒരു വിദഗ്ധ സംഘം തന്നെ അതിന് പുറകിലുണ്ട് എന്നാണ് അറിയുന്നത്. സേതു.